തെന്നിന്ത്യൻ സിനിമാ ലോകം അടുത്ത കാലത്തൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ആവേശത്തോടെയാണ് വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹ വാർത്തയെ വരവേൽക്കുന്നത്. വെള്ളിത്തിരയിലെ ഗീതാ ഗോവിന്ദം പ്രണയ ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ഒന്നാകുന്നു എന്ന വാർത്ത ആരാധകർക്ക് വെറുമൊരു ഗോസിപ്പല്ല, മറിച്ച് വലിയൊരു ആഘോഷം തന്നെയാണ്. ഫെബ്രുവരി 26-ന് ഉദയ്പൂരിലെ ആഡംബര വേദിയിൽ വെച്ച് നടക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 2018-ൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ആദ്യമായി ഒന്നിക്കുന്നത്. ആ ചിത്രത്തിലെ ഇവരുടെ കെമിസ്ട്രി പ്രേക്ഷകർ ഏറ്റെടുത്തു. പിന്നീട് ഡിയർ കോമ്രേഡ് എന്ന ചിത്രത്തിലും ഇവർ ഒന്നിച്ചതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമായിരുന്നു. ദീർഘകാലമായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിവാഹ നിശ്ചയത്തിലേക്കും കല്യാണത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും വിജയ് പണ്ട് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. എന്റേത് ഒരു പ്രണയ വിവാഹം മാത്രമായിരിക്കും, അറേഞ്ച്ഡ് മാരേജിന് യോജിച്ച ഒരാളല്ല ഞാൻ എന്ന് അദ്ദേഹം അന്നേ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താൻ കണ്ടെത്തുന്ന പെൺകുട്ടിയെ തന്റെ മാതാപിതാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന നിർബന്ധം വിജയ്ക്കുണ്ടായിരുന്നു. രശ്മികയുടെ കാര്യത്തിൽ വിജയുടെ മാതാപിതാക്കൾ പൂർണ്ണസമ്മതം അറിയിച്ചതോടെയാണ് ഈ സ്വപ്ന വിവാഹം യാഥാർത്ഥ്യമാകുന്നത്. വിജയ് ദേവരകൊണ്ടയുടെ മാതാപിതാക്കളായ ഗോവർദ്ധൻ റാവുവും മാധവിയും മകന്റെ വിവാഹത്തെക്കുറിച്ച് മുൻപ് പങ്കുവച്ച നിലപാടുകൾ ശ്രദ്ധേയമാണ്. ഒരു മരുമകൾ എന്നതിലുപരി തന്റെ മകനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അവന്റെ പങ്കാളി എന്ന് അമ്മ മാധവി ആഗ്രഹിച്ചിരുന്നു. വിജയ് സിനിമയിലായതുകൊണ്ട് തന്നെ അവന്റെ തിരക്കുകളും കരിയറിലെ വെല്ലുവിളികളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അവനെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്നും അവർ വിശ്വസിച്ചു. പിതാവ് ഗോവർദ്ധൻ റാവുവിന്റെ നിലപാട് കുറച്ചുകൂടി ലളിതമായിരുന്നു. മകന്റെ സന്തോഷത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ജാതിയോ മതമോ വിവാഹത്തിനൊരു തടസ്സമാകരുതെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. വിജയ് ഒരു ദക്ഷിണേന്ത്യക്കാരിയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അത് തനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടക സ്വദേശിനിയായ രശ്മിക മന്ദാനയെ വിജയ് വധുവായി തിരഞ്ഞെടുത്തപ്പോൾ പിതാവിന്റെ ഈ ആഗ്രഹം കൂടി സഫലമാവുകയാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള അതിമനോഹരമായ ITC മൊമെന്റ്സ് എന്ന റിസോർട്ടാണ് ഈ ഹൈ പ്രൊഫൈൽ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. പ്രകൃതി ഭംഗിയും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേരുന്ന ഈ റിസോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ വിവാഹ വേദികളിലൊന്നാണ്. ഒരു വലിയ കുന്നുപ്രദേശം മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ഈ റിസോർട്ടിൽ സ്വന്തമായി ഹെലിപാഡ്, നദി, തടാകം എന്നിവയുണ്ട്. മറ്റ് ആഡംബര ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇവിടെ നൽകുന്നത്. വിവാഹ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരാധകർ ഏറെയുണ്ടെങ്കിലും വിവാഹ ചടങ്ങുകൾ തീർത്തും സ്വകാര്യമായി നടത്താനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 100 പേർക്ക് മാത്രമാണ് വിവാഹത്തിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇരു കുടുംബങ്ങളിലെയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് അതിഥി പട്ടികയിൽ ആദ്യമുള്ളത്. തെലങ്കാനയിലെ ചില പ്രധാന രാഷ്ട്രീയ നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. വിജയുമായും രശ്മികയുമായും വളരെ അടുത്ത സൗഹൃദമുള്ള ചുരുക്കം ചില സംവിധായകരും താരങ്ങളും മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്ന് പങ്കെടുക്കുന്നത്. പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ വിവാഹവേദിയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. വിവാഹത്തിന് ശേഷമുള്ള വിരുന്നിൽ കൂടുതൽ താരങ്ങളും ആരാധകരുമായി സംവദിക്കാൻ ഇവർ തയ്യാറായേക്കുമെന്നും സൂചനകളുണ്ട്. തെലുങ്ക് സിനിമയിലെ റൌഡി ബോയ് വിജയ് ദേവരകൊണ്ടയും തെന്നിന്ത്യയുടെ നാഷണൽ ക്രഷ് രശ്മിക മന്ദാനയും ഒന്നിക്കുമ്പോൾ ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ കരുത്തുറ്റ ഒരു പവർ കപ്പിളിന്റെ ഉദയം കൂടിയാണ്. ലളിതമായ പ്രണയത്തിൽ തുടങ്ങിയ ആഡംബര വിവാഹത്തിലേക്ക് എത്തുന്ന ഈ ബന്ധം യുവതലമുറയ്ക്കിടയിൽ വലിയ ചർച്ചയാണ്. ഫെബ്രുവരി 26-ന് വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുന്നതിനായി ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുകയാണ്.